കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. കുളക്കരയിൽ കാരുണ്യമായവനെ ഞങ്ങൾ നിൻ സന്നിധേ വന്നിടുന്നു. തിരുപാദം പ്രണമിച്ചു നിന്നിടുന്നു. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. ആരാധന സ്തുതി ആരാധന. നിന്റെ ദൈവം നിന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിച്ചും പൊറുത്തും നിന്നോട് കരുണ കാണിച്ചും ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ നമ്മിൽ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ? എല്ലാ കാർന്നോന്മാരും പണ്ടുകാലം മുതലേ പറഞ്ഞു കേട്ടിട്ടുള്ള ഗംഭീരമായ ഒരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ ബാക്കി നിങ്ങൾ പറയും, എനിക്കറിയാം. പുകഞ്ഞ കൊള്ളി പുറത്ത്. അതാണ് വീടിൻ്റെ നിയമം. പുകഞ്ഞ കൊള്ളി എന്നും പുറത്താണ്. പുകഞ്ഞ കൊള്ളീന് ആർക്കും ഇഷ്ടമല്ല. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ്? വീട്ടിൽ അമ്മയ്ക്ക് 2 അടുപ്പുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ വീട്ടിൽ 2 അടുപ്പ്. ഒരടുപ്പിൽ അമ്മ വന്ന് വെളുപ്പിനെ തീ കൂട്ടും മുമ്പ് കത്തിക്കിടക്കണ ചാരമൊക്കെ എടുത്ത് അമ്മ അപ്പുറത്തെ അടുപ്പിൽ നിറയ്ക്കും. ഇപ്പുറത്തെ അടുപ്പിൽ അമ്മ പുതിയ വിറകുകൾ വെച്ച് തീ കൊടുക്കും. തരക്കേടില്ലാണ്ട് കുറേ നേരം ഊതും. ചട്ടിക്കലം എടുത്ത് മുകളിൽ വെച്ച് ആവശ്യത്തിന് വെള്ളം അരിയൊക്കെ ഇട്ട് അമ്മ പോവും പ്രാഥമിക കാര്യങ്ങൾക്ക്. തിരിച്ചു വരുമ്പോൾ അതിനകത്തിരുന്ന് ഏതെങ്കിലും ഒരു കൊള്ളി പുകയണുണ്ടാവും. നേരെ ചൊവ്വ ഉണക്കില്ലാത്തത് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഒരു കൊള്ളി ഇരുന്ന് പുകയണുണ്ടാവും വിറക്. അമ്മ എന്ത് ചെയ്യും? ആ വിറക് ഇങ്ങോട്ട് ഊരിയെടുക്കും, അല്ലേ? ആ വിറക് ഇങ്ങോട്ട് ഊരിയെടുക്കും. എന്നിട്ട് എന്താ അടുത്ത പരിപാടി? അപ്പുറത്തെ അടുപ്പിലേക്ക് ഒരൊറ്റ കുത്താണ്. എന്നിട്ട് അമ്മയ്ക്ക് തൃപ്തിയില്ല, 2 തിരിയും കൂടി തിരിക്കും. അതിൻ്റെ കഥ കഴിയും. ബാക്കിയുള്ള തീയും കൂടി കെടും. അമ്മ ചെയ്യണ പണിയാണത്. പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളി ഊരിയെടുത്ത് അമ്മയുടെ സർവശക്തിയും ഉപയോഗിച്ച് അമ്മ ചാരത്തിൻ്റെ ഉള്ളിലേക്ക് കുത്തി കയറ്റി 2 തിരി. ആമേനീശോ, പരിപാടി ഇരുന്നു. കർത്താവ് പറയണത് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നല്ലട്ടാ. കർത്താവ് പഠിപ്പിച്ചേക്കണത് പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നല്ല, പുകഞ്ഞ കൊള്ളി അകത്ത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കൊള്ളിയെടുത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളികളുടെ ഇടയിൽ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടാക്കി കുത്തി കയറ്റണം. എന്നിട്ട് ചങ്കിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങ് വലിച്ചു കയറ്റി പറ്റാവുന്ന ശക്തിയിൽ പുറത്തേക്ക് വിടണം. അപ്പോൾ ഈ പുകഞ്ഞുകൊണ്ടിരിക്കണ വിറകും കൂടി കത്തുപിടിക്കും. അതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. പുകഞ്ഞ കൊള്ളി പുറത്തുനിന്നല്ല കർത്താവ് പറയണത്. എല്ലാവരോടും കരുണ. മോനിക്ക പുണ്യാളത്തി അവളുടെ മകന് വേണ്ടി എന്തുമാത്രം കരഞ്ഞെന്ന് നമുക്കറിയാം. ദൈവകരുണയ്ക്ക് വേണ്ടി അത്രമാത്രം അവൾ നിലവിളിച്ച് അവളുടെ മകനെ അവൾ എങ്ങനെയാ വീണ്ടെടുത്തത്? അതുപോലെ നമ്മുടെ സമൂഹത്തിലും കുടുംബത്തിലും ഉള്ളവരെ വീണ്ടെടുക്കാൻ ദൈവകരുണയുടെ മക്കളായി നമ്മൾ പുനർജനിക്കണം. കുടുംബത്തിലുള്ളവരുടെ പോരായ്മകളുടെയും അവരുടെ ഇടർച്ചകളുടെയും കാര്യകാരണങ്ങൾ കണ്ടെത്തി ന്യായാന്യായങ്ങൾ നിരത്തി വിധി പറയുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തിൽ സുവിശേഷത്തിൽ ക്രിസ്തുമൊഴികളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സുവിശേഷ വചനങ്ങളിൽ ഏറ്റവും മനോഹരമെന്ന് അക്രൈസ്തവര് പോലും വിലയിരുത്തുന്നൊരു വചനമുണ്ട്. ജഡ്ജ് യു നോട്ട്. നീ ഒരിക്കലും വിധിക്കരുത്. ജഡ്ജ് യു നോട്ട്. ആരെയും വിധിക്കാൻ നിനക്ക് അവകാശമില്ല. ആരെയുടെ മേലും ന്യായാന്യായങ്ങൾ നിരത്താൻ നിനക്ക് അവകാശമില്ല. പരിശുദ്ധ അമ്മ കാനായിലെ കല്യാണ വീട്ടിൽ ചെന്ന് അവിടെ വീഞ്ഞു തീർന്നുപോയി. അമ്മയ്ക്ക് എന്തെല്ലാം ന്യായങ്ങൾ നിരത്താം, അമ്മയ്ക്ക് എന്തെല്ലാം ന്യായങ്ങൾ നിരത്താം. ആവശ്യത്തിന് വിളിച്ചവർക്ക് കൊടുക്കാൻ പരുവത്തിൽ ആവശ്യത്തിന് വീഞ്ഞുണ്ടാക്കി വെക്കാഞ്ഞത് കൊണ്ടാണ് തീർന്നു പോയത്. തീർച്ചയായിട്ടും വിളമ്പിക്കൊണ്ടിരുന്ന പണിക്കാർ
ആകാശവും ഭൂമിയും നോക്കാണ്ട് വിളമ്പിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്. തീർച്ചയായിട്ടും പറയാം. ആർത്തിമൂത്ത് പ്രാന്തായി വലിച്ച് കുറേ എണ്ണങ്ങൾ കയറ്റിയത് കൊണ്ടാണ് പെട്ടെന്ന് തീർന്നത്. അതും പറയാം. മറിയത്തിന് ന്യായം പറയാൻ 100 കാര്യങ്ങളുണ്ട്. പക്ഷെ അമ്മ ഒരു ന്യായാന്യായങ്ങളും തപ്പിപ്പോയില്ല, ഒരു കാര്യകാരണങ്ങളും അന്വേഷിച്ചില്ല. അവള് മോൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ് വീഞ്ഞില്ലിട്ടാ. ചെറുക്കൻ പറഞ്ഞ് സമയമായിട്ടില്ലിട്ടാ. അമ്മ പറഞ്ഞ് നിന്റെ സമയം സൗകര്യം പോലെ ആയാ മതിട്ടാ. ഈ പാവങ്ങളുടെ സമയം എപ്പോഴാണ്? ഈ പാവങ്ങളുടെ സമയം എപ്പോഴാണ്? മോൻ കളിക്കരുത്. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യണം. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലും നമ്മൾ അനുവർത്തിക്കേണ്ട രീതി. അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണം, അങ്ങനെ തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കല്ല വേണ്ടത്. അങ്ങനെ തന്നെ വേണ്ടിട്ടാ, അങ്ങനെ തന്നെ വേണ്ടിട്ടാ. ഇത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോഴാ നമ്മൾ ദൈവകരുണയുടെ സാക്ഷികളാകുന്നത്. ബത്സയിദ കൊളക്കരയിൽ കിടന്നവന്റെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു? ബത്സയിദ കൊളക്കരയിൽ കിടന്നവന്റെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നു? കർത്താവേ, വെള്ളം ഇളകുമ്പോ എന്നെ ഇറക്കാൻ ആരുമില്ല, എന്നെ ഇറക്കാൻ ആരുമില്ല, എന്നെ ആരും സഹായിക്കണില്ല, എന്നോട് ആരും കരുണ ചെയ്യണില്ല. കർത്താവ് ജനിക്കണക്ക് മുമ്പ് കിടന്നു തുടങ്ങിയവൻ അവൻ. 38 കൊല്ലായി. ഒടയമ്പരാന് 31 വയസ്സുള്ളോ. തമ്പുരാൻ ജനിക്കണക്ക് മുമ്പ് യവൻ കിടന്നു തുടങ്ങിയതാ. 38 കൊല്ലം ആ പടിക്ക് കിടന്നിട്ട് അവനെ ഒന്ന് നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ പലരും, നമ്മുടെ വീട്ടിലുണ്ട് ഇങ്ങനെ പലരും. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ഒന്ന് അംഗീകരിക്കാൻ ആരുമില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഇങ്ങനൊരു വേദന. ആരെങ്കിലുമൊക്കെ കുറെ കൂടി കരുണ കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറെ കൂടി മെച്ചപ്പെട്ടേനെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മുറിവേറ്റവർക്ക് ഒരു ശാഠ്യഭാവം വേണം. ജീവിതത്തിൽ കരുണ നിഷേധിക്കപ്പെട്ടവർക്ക്, മാനുഷികമായ കരുണ അന്യം നിന്ന് പോയവർക്ക്, മാനുഷികമായ കരുണ ലഭിക്കാതെ വന്നവർക്ക് ചങ്കിനകത്ത് ഒരു ശാഠ്യഭാവം വേണം. എന്തെന്നോ, എൻ്റെ കരുണ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആരും നഷ്ടപ്പെടാൻ പാടില്ല. എൻ്റെ കരുണ ലഭിക്കാത്തതിൻ്റെ പേരിൽ ആരും നഷ്ടപ്പെടാൻ പാടില്ല. കാരണം എൻ്റെ ദൈവം അതിനായി എന്നെ വീണ്ടെടുത്ത് നിയോഗിച്ചതാ. നിർദയനായ ഭൃത്യൻ്റെ ഉപമ കർത്താവ് പറയുന്നുണ്ട്. അധികം താലന്ത് കടപ്പെട്ടവൻ ഇളച്ചു കിട്ടിയിട്ടും നിസാരം കടപ്പെട്ടവനോട് ക്രൂരമായി പെരുമാറിയവന് ലഭിച്ച പ്രതിഫലം എന്തെന്ന് കർത്താവ് നിർദയനായ ഭൃത്യൻ്റെ കഥ പറയുമ്പോൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഉപമയേക്കാളും അച്ഛൻ ഇഷ്ടം നല്ല സമറായൻ്റെ ഉപമയാണ്. കാരണം അതിൻ്റെ സമാപനത്തിൽ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ മൂവരിൽ ആരാണ് അയാൾക്ക് അയൽക്കാരനായി വർത്തിച്ചത്? എന്താ നിയമജ്ഞൻ്റെ മറുപടി? അവനോട് കരുണ കാണിച്ചവൻ, അവനോട് കരുണ കാണിച്ചവൻ. കരുണ എന്ന് വെച്ചാൽ എന്താണെന്നാണ് അച്ഛൻ പറഞ്ഞത്? അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണ. അങ്ങനെ അർഹിക്കാത്തത് കൊടുക്കുന്നതാണ് കരുണയെങ്കിൽ നല്ല സമറായൻ കാണിച്ച കരുണ എന്താ? ബൈബിളിൻ്റെ വ്യാഖ്യാനം 1000 വട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം. സമറായൻ്റെ ഉപമയിലെ വഴിയാത്രക്കാരൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയവനാ. വ്യാഖ്യാനം നിങ്ങൾ കേട്ടിട്ടുള്ളതാ, ഞാൻ ഓടിച്ചു പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ മനുഷ്യൻ ജെറീക്കോക്കാരൻ. അയാളുടെ വസ്തുക്കളൊക്കെ കൃഷി ചെയ്തും മറ്റു പലതരത്തിലും അയാൾ ഉണ്ടാക്കിയ വസ്തുവകകളൊക്കെ ജെറുസലേമിൽ കൊണ്ടുചെന്ന് വ്യാപാരം ചെയ്ത് അവിടെ നിന്ന് കിട്ടിയ വിലപിടിപ്പുള്ള രത്നങ്ങളും പണവുമൊക്കെ മടിക്കുത്തിൽ വെച്ച് ഇയാൾ തിരിച്ച് അയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. അതാണ് ഉപമയിലെ ആ വചനത്തിൻ്റെ അർത്ഥം. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയാണ്. ജെറീക്കോക്കാരനായ മനുഷ്യൻ ജെറുസലേമിൽ ചെന്ന് വ്യാപാരം ചെയ്ത് അയാളുടെ വസ്തുവകകളൊക്കെ വിലപിടിപ്പുള്ള രത്നങ്ങളാക്കി മാറ്റി സ്വന്തം ഭവനത്തിലേക്ക് യാത്ര ചെയ്യണു. അയാൾ ഒരിക്കലും പോകരുതാത്ത ഒരു വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. കള്ളന്മാരും കവർച്ചക്കാരും പതിയിരിക്കുന്ന ഒരു വഴിയിലൂടെ വിലപിടിപ്പുള്ളത് മടിക്കുത്തിൽ വെച്ച് നടക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു റിസ്ക്കാണ്. അയാൾ പോയത് അർദ്ധരാത്രിയാണ്. വെളുപ്പിന് പള്ളി പോയ പുരോഹിതനും
ആപ്പീസിൽ പോയ ലേവായിനൊക്കെയാണ് ഈ പാവത്തിന് ആദ്യം കണ്ടത്. അയാൾ രാത്രിയാണ് ആക്രമിക്കപ്പെട്ടത്. സ്വാഭാവികമായിട്ടും അയാൾ സഞ്ചരിച്ചത് രാത്രികാലെ തന്നെ. രാത്രികാലത്ത് അസമയത്ത് അരുതാത്ത വഴിയിലൂടെ വിലപിടിപ്പുള്ളതും കയ്യിൽ വെച്ചുകൊണ്ട് ഈ യാത്രക്കാരൻ നടന്നു. അവനെയാണ് കള്ളന്മാർ ആക്രമിച്ചത്. വചനവ്യാഖ്യാനം വ്യക്തമാണ്. ഇയാൾ അഹങ്കാരിയാണ്, ഇയാൾ തൻ്റേടിയാണ്, ഇയാൾ ഒരു കരുണയും അർഹിക്കാത്തവനാണ്. നമ്മുടെയൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞ ഇയാൾ ഭയങ്കര കുറുമ്പന. അങ്ങനെ കുറുമ്പനായ ഒരുത്തനാണ് അപകടത്തിൽപ്പെട്ടത്. തെറ്റ് ചെയ്തവനാണ് അപകടത്തിൽപ്പെട്ടത്. അവിടെയാണ് നല്ല സമറായൻ്റെ മഹത്വം. കുറുമ്പ് കാണിച്ചവനോടും കരുണ കാണിച്ചത് കൊണ്ടാണ് സമറായൻ നല്ല സമറായനായത്. കുറുമ്പ് കാണിച്ചവനോടും കരുണ കാണിച്ചത് കൊണ്ട് സമറായൻ നല്ല സമറായനായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെക്കും. നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന മനുഷ്യർ കുറുമ്പ് കാണിക്കുമ്പോഴാണ് നേരത്തെ ഞാൻ പറഞ്ഞ വാക്ക് നമ്മുടെ വായെന്ന് അറിയാണ്ട് വരുന്നത്. കുറുമ്പ് കാണിക്കുന്നവരോടും കരുണ കാണിക്കുമ്പോഴാണ് നമ്മൾ നീയും പോയി അതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇതാണ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ. നീ അനുഭവിച്ച കരുണ നീ പങ്കുവെക്കുമ്പോൾ നിന്റെ മാനദണ്ഡം ഒന്ന് മാത്രം, നിന്റെ കർത്താവിൻ്റെ കരുണ എന്ന മാനദണ്ഡം. കുറുമ്പ് കാണിച്ചവനോടും കരുണ കാണിക്കണം. തെറ്റ് ചെയ്തവൻ്റെ ജീവിതത്തിൽ അപകടം പിണയുമ്പോഴും ശുശ്രൂഷിക്കാനുള്ള മനസ്സ് ചെയ്യണം. മറ്റൊരു ഗ്രൂപ്പും കൂടി ഉണ്ട്. ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒത്തിരി പേർക്ക് കരുണ ചെയ്യും, ഒത്തിരി പേരെ സഹായിക്കും, എന്നിട്ട് തിരിച്ചു കിട്ടണില്ലെന്നും പറഞ്ഞ് ചുമ്മാ വേവലാതിപ്പെട്ടുകൊണ്ട് നടക്കും. അങ്ങനെയുണ്ട് കുറേ പേരുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത്, ആരോടെങ്കിലും കുറച്ച് കരുണ കാട്ടി, പക്ഷെ പ്രതീക്ഷിച്ച പോലെ സംഗതി ക്ലിക്കായില്ല. അവർ നമ്മളെ ബഹുമാനിച്ചില്ല, അവർ നമ്മളെ അംഗീകരിച്ചില്ല. ചില വീടൊക്കെ വെഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ അടുത്ത വീട്ടുകാരെ കുറിച്ച് വെഞ്ചരിപ്പ് കഴിയുമ്പോൾ ആ വീട്ടുകാർ പറയും, അച്ഛാ ഒന്നും ഉണ്ടായില്ല അച്ഛാ, ഞാനാണ് ഇളയതിനെ പഠിപ്പിച്ചേ, മൂത്തേനെ ബോംബെക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ കാശ് കൊടുത്തത് ഞാനാണ്, ഇപ്പം 2 അമേരിക്കയിൽ 1 ലണ്ടനിൽ, പെരതയും മിഞ്ഞാന്ന് പണിതാണ്. ഇപ്പം നമ്മളെ കാണുമ്പോൾ മൈൻഡില്ല, നമ്മളെ കാണുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയാണ്. ഈ കാലത്തൊന്നും ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പാടില്ലച്ചാ, ഈ കാലത്ത് ആരെയും സഹായിച്ചിട്ടൊരു കാര്യമില്ലച്ചാ, കരുണ കാണിക്കണതൊക്കെ വെറുതെയാണ്. ഇങ്ങനെ പറയുന്ന ഒത്തിരി മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എൻ്റെ വാത്സല്യമുള്ളവരെ, നല്ല സമറായൻ്റെ ഉപമയിലെ 2ാം ഭാഗം അങ്ങനെ ചിന്തിക്കുന്നവർക്കുള്ളതാണ്. മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ട് എനിക്ക് നഷ്ടക്കച്ചവടമായി എന്ന് ചിന്തിച്ച് വശായവർക്ക് വേണ്ടിയാണ് ഉപമയിലെ 2ാം പാദം കർത്താവ് പറയണത്. എന്താ അവിടെ തമ്പുരാൻ പറയണത്? നല്ല സമറായൻ ഈ വഴിയിൽ മുറിവേറ്റവനെ പൊക്കി അടുത്തുള്ള സത്രത്തിൽ കൊണ്ടു ചെന്നാക്കി, എണ്ണയും വീഞ്ഞും ഒഴിച്ച് മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി സത്രത്തിൽ കൊണ്ട് ചെന്നാക്കി. എന്നിട്ട് അയാൾ എന്താ ചെയ്തത്? അയാൾ സത്രം സൂക്ഷിപ്പുകാരന് 2 ദനാറ് കൊടുത്ത്, 2 ദനാറ് കൊടുത്തിട്ട് അയാൾ പറഞ്ഞ് പൊന്നുപോലെ നോക്കിക്കൊള്ളണം. അതാണ് സമറായൻ്റെ വാക്ക്. ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം. വളരെ ആധികാരികമായി അദ്ദേഹം ഒരു ആജ്ഞ കൊടുക്കുകയാണ്, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വഴി കിടന്ന് കിട്ടിയതാണ്, അച്ചാലും മുച്ചാലും തൊഴിച്ചിട്ടുണ്ട്, അർദ്ധപ്രാണനേ ഉള്ളൂ, പകുതി ജീവൻ ഭാഗ്യത്തിന് കിട്ടിയതാണ്. സാധിക്കുന്നത് പോലെയൊക്കെ കള്ളന്മാർ പെരുമാറിയിട്ടുണ്ട്. പൊന്നുപോലെ നോക്കിക്കൊള്ളണം, പൊന്നുപോലെ നോക്കിക്കൊള്ളണം. 2 ദനാറ നീ പിടിച്ചോ. എന്നിട്ട് സമറായൻ എന്താ പറഞ്ഞേ? കൂടുതൽ വല്ലതും ചെലവായാൽ എന്താ മറുപടി? ഞാൻ മടങ്ങി വരുമ്പോൾ തന്നോളാം. കൂടുതൽ വല്ലതും ചെലവായാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നോളാം. ഇവൻ്റെ കാര്യം പൊന്നുപോലെ നോക്കിക്കൊള്ളണം. ഭീകരമായൊരവസ്ഥയിലാണ് കൊണ്ട് തരണത്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്തിരി സർഗാത്മകമായിട്ട് പറഞ്ഞാൽ, ചേട്ടാ CT സ്കാൻ ആണെങ്കിൽ CT സ്കാൻ, MRI ആണെങ്കിൽ MRI, അല്ലെങ്കിൽ എങ്ങാനും വല്ല അറ്റാക്കും ചികിത്സയുടെ ഇടയ്ക്ക് വന്നാൽ അജിയോഗ്രാം വേണമെങ്കിൽ അജിയോഗ്രാം, പ്ലാസി ആണെങ്കിൽ പ്ലാസി, അല്ല ബൈപ്പാസ് ആണെങ്കിൽ ബൈപ്പാസ്. എത്ര ലക്ഷം പൊട്ടിയാലും കുഴപ്പമില്ല,
പൊന്നുപോലെ നോക്കിക്കൊള്ളണം. എന്തെങ്കിലും ചേട്ടന് കൂടുതൽ ചെലവായാൽ ടെൻഷൻ പിടിച്ചിരിക്കണ്ടട്ട, ആ ബില്ലെടുത്ത് വെച്ചാൽ മതി, ഞാൻ തിരിച്ചു വരും. കൃത്യമായിട്ട് കണക്ക് വീട്ടും, കൃത്യമായിട്ട് കണക്ക് തീർക്കും. പലിശ അടക്കം ഞാൻ തിരിച്ചു തരും. അമർത്തി കുലിക്ക് നിറച്ചളന്ന് തൻ്റെ പെട്ടിയിൽ ഞാൻ ഇട്ടോളാം. പൊന്നുപോലെ നോക്കിക്കൊള്ളണം. സുവിശേഷത്തിൻ്റെ വ്യാഖ്യാനം മനോഹരമാണ് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവാണ് നല്ല സമറായൻ. ക്രിസ്തുവാണ് നല്ല സമറായൻ. മുറിവേറ്റവൻ ആരാ? നിന്റെ സഹായം അർഹിക്കുന്നവനോ അർഹിക്കാത്തവനോ ആയി കർത്താവ് നിന്റെ മുമ്പിൽ കൊണ്ടെത്തിക്കുന്ന ആരും, നിന്റെ സഹായം അർഹിക്കുന്നവനോ അർഹിക്കാത്തവനോ ആയി നിന്റെ മുമ്പിൽ തമ്പുരാൻ കൊണ്ടെത്തിക്കുന്ന ആരും, അവനാണ് മുറിവേറ്റവൻ. നിന്റെ ഡ്യൂട്ടി എന്താ? ആരാ നീ? സത്യമായിട്ടും നീ സത്രം സൂക്ഷിപ്പുകാരൻ. നിന്റെ പണി സത്രം സൂക്ഷിപ്പുകാരൻ്റെ പണിയാ. 2 ദനാറ തമ്പുരാൻ നിനക്ക് തന്നിട്ടുള്ള സമ്പത്ത്, നിനക്ക് തന്നിട്ടുള്ള സമയം, നിന്റെ ആരോഗ്യം, നിന്റെ കഴിവുകൾ. കർത്താവ് പറയണു, ഞാൻ തിരിച്ചു വരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തൻ നിശ്ചയമായിട്ടും വന്നിരിക്കും. അവൻ്റെ 2ാമത്തെ ആഗമനം വരെ കാത്തിരിക്കേണ്ടതൊന്നുമില്ല. നിന്റെ മക്കൾക്ക്, നിന്റെ തലമുറകൾക്ക് അവൻ മടങ്ങി വരുമ്പോൾ കണക്ക് തീർക്കും. മറ്റുള്ളവരെ സഹായിച്ചതിൻ്റെ പേരിൽ, ആരോടെങ്കിലും കരുണ കാണിച്ചതിൻ്റെ പേരിൽ, ഏതെങ്കിലും പാവപ്പെട്ടവന് എന്തെങ്കിലും സഹായം ചെയ്തതിൻ്റെ പേരിൽ വിമ്മിഷ്ടപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല സമറായൻ്റെ ഉപമ എടുത്ത് വായിക്കണം. അതിൻ്റെ 2ാം ഭാഗം നിനക്കുള്ളതാ. നിന്റെ ജോലി സത്രം സൂക്ഷിപ്പുകാരൻ്റെ ജോലിയാ. നിന്റെ തമ്പുരാൻ നിന്നോട് പറയണു, അവൻ മടങ്ങി വരുമ്പോൾ കണക്ക് തീർത്തോളാം. മനോഹരമല്ലേ ആ വാചകം? വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോൻ്റെ സൂക്ഷിപ്പാന്ന്. ഏതോ ഒരു നോവലിലുള്ളതാന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. വീട്ടാക്കടങ്ങളൊക്കെ പടച്ചോൻ്റെ സൂക്ഷിപ്പാ. ആരെയെങ്കിലും സഹായിച്ചതിൻ്റെ പേരിൽ, ആരോടെങ്കിലും കരുണ കാണിച്ചതിൻ്റെ പേരിൽ നിനക്കെന്തെങ്കിലും നഷ്ടം വന്നെന്ന് നിനക്ക് തോന്നണമെങ്കിൽ നീ നിന്റെ തമ്പുരാൻ്റെ അടുത്ത് പറഞ്ഞേച്ചാൽ മതി. അവൻ്റെ വാക്കുണ്ട്, അത് അച്ചിട്ടാണ്. കൃത്യമായി അവൻ കണക്ക് തീർക്കും. എൻ്റെ വാത്സല്യമുള്ളവരെ, കരുണയുടെ മനുഷ്യരാകാം. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും ആഗ്രഹിക്കണില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നുമല്ല. ഭീകരമായ സമ്പത്തോ വലിയ ശുശ്രൂഷകളോ ഒന്നുമല്ല. നമ്മുടെ ഒരിത്തിരി പരിഗണന, അല്പം കാരുണ്യം, അത് നഷ്ടപ്പെട്ട സകല സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു സംഗതി തന്നെയാണ്. ആത്മശോധന ചെയ്ത് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അർഹിക്കുന്നത് ഞാൻ കൊടുക്കുന്നുണ്ടോ? എൻ്റെ കൂടെ താമസിക്കുന്നവരുടെ പഴയകാലം തൂക്കി അളന്ന് വിധിച്ച് അവരുടെ മേൽ വിധി പ്രസ്താവിക്കാനാണോ എന്നും എൻ്റെ തത്രപ്പാട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ അങ്ങനെ തന്നെ വേണമെന്ന് എൻ്റെ മനസ്സ് എന്തെങ്കിലും പിറുപിറുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നീ നിൻ്റെ കർത്താവിൻ്റെ കരുണയെ നിഷേധിക്കുന്നവനും നിഷേധിക്കുന്നവളും മാത്രമല്ല, ആ കരുണയെ നിരാകരിക്കുന്നവരും കൂടിയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ടി വിയിൽ മറ്റോ പറഞ്ഞു, ഒരു കൊച്ചു കഥ. ഒരപ്പനും മോനും ചാണാൻ വിൽക്കാൻ പോയി. എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായ ഒരു കഥയാണ്. ഒരപ്പന് ഒരു മോനുണ്ടായിരുന്നു. അയാൾക്ക് കുറേ പശു ഉണ്ടായിരുന്നു. അയാൾ എന്നും ചാണകം വിൽക്കാൻ പോകുമായിരുന്നു. ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിൽ, ഒരു അതിർത്തി പ്രദേശത്താണ് ഇയാൾ താമസിക്കുന്നത്. ചാണകം വിറ്റാണ് ഇയാൾ ജീവിക്കുക. പാലൊക്കെ വേറെ കൊടുക്കും. ഒഴിവ് ദിവസങ്ങളിൽ ചാണകം കൊടുക്കാൻ പോകുമ്പോൾ ഈ ചെറിയ പയ്യൻ അയാളുടെ കൂടെ പോവുക പതിവാണ്. എല്ലാ ദിവസവും ചെക്ക് പോസ്റ്റിൽ പോലീസുകാർ ചോദിക്കും, എവിടെ പോണ്? അയാൾ പറയും, തൊട്ടപ്പുറത്ത് ഈ ചാണകം കൊടുക്കാൻ പോണാണ്. വേറെ എന്തെങ്കിലും കയ്യിലുണ്ടോ? ഇല്ല സാറേ, ഒന്നുമില്ല. ആകെ ഈ 2 കൊട്ട ചാണാനും ഈ കൊച്ചനും മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ, വേറെ ഒന്നുമില്ല. പോലീസുകാർ ഇയാളെ കടത്തിവിടും. എല്ലാ ദിവസവും പോലീസുകാർ മാറി മാറി വരും. അയാളോട് ഈ ചോദ്യം ആവർത്തിക്കും. എന്നും അയാൾ ഉത്തരവും പറയും. പോലീസുകാർ ചോദിക്കും, എന്താ ഉള്ളത് കയ്യിൽ? അയാൾ പറയും, ഈ 2 കൊട്ട ചാണാനുണ്ട്, ഈ കൊച്ചനുണ്ട്. ഒരു ദിവസം വൈകുന്നേരം ചാണകം കൊടുത്ത് തിരിച്ചു വന്ന് അത്താഴം കഴിഞ്ഞപ്പോൾ കൊച്ചൻ അപ്പനോട് പറഞ്ഞ്, അപ്പാ
അപ്പയുടെ മോനൊരു ആഗ്രഹമുണ്ട്. എന്നാ മോനു ആഗ്രഹം? കുറേ നാളായി അപ്പോട് പറയണമെന്ന് വിചാരിക്കണ്. മോൻ പറ, ഐസ്ക്രീം വേണോ? ഉടുപ്പ് മേടിക്കണോ? പിന്നെ എന്നാ, ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, പുസ്തകം മാറിപ്പോയോ, എന്തെങ്കിലും എന്ത് വേണമെങ്കിലും മോന് പറഞ്ഞോ. കൊച്ചൻ പറഞ്ഞു, അപ്പ അതൊന്നും വേണ്ട. പിന്നെ എന്താ അപ്പയുടെ മോൻ്റെ ആഗ്രഹം? കൊച്ചൻ പറഞ്ഞു, അപ്പാ എല്ലാ ദിവസവും നമ്മൾ ചാണകം കൊടുക്കാൻ പോകുമ്പോൾ അവിടെയുള്ള പോലീസുകാർ അപ്പോട് ചോദിക്കാറില്ലേ, എന്നത് അപ്പയുടെ കയ്യിൽ എന്തൊക്കെയുള്ളതെന്ന്? ഉവാ. അപ്പം നമ്മൾ പറയണം മോന് എന്തൊക്കെയുള്ളതെന്ന്, അല്ലെങ്കിൽ അവർ കടത്തിവിടില്ല. അതല്ല അപ്പാ, പിന്നെന്നാ, എല്ലാ ദിവസവും അപ്പോട് അവർ ചോദിക്കും അപ്പയുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. എല്ലാ ദിവസവും അപ്പ പറയും, ഈ 2 കൊട്ട ചാണാനുണ്ട്, ഈ കൊച്ചനുണ്ട്. ഇങ്ങനെയല്ല അപ്പ പറയാറ്. അതേ മോനു, അത് പറഞ്ഞില്ലെങ്കിൽ അവർ വിടില്ല. അതല്ലപ്പാ, അപ്പയുടെ മോനൊരാഗ്രഹമുണ്ട്. എന്നാ മോനു പറ? അവൻ പറഞ്ഞു, അപ്പാ നാളെ പോലീസുകാർ അപ്പേനോട് എന്തൊക്കെയാ അപ്പയുടെ കയ്യിലുള്ളതെന്ന് ചോദിക്കുമ്പോൾ അപ്പ ആദ്യം എൻ്റെ പേര് പറയണം. എല്ലാ ദിവസവും അപ്പ പറയാറ് 2 കൊട്ട ചാണാനും ഈ കൊച്ചനും ഒന്ന്. നാളെ ചോദിക്കുമ്പോൾ അപ്പ ഇങ്ങനെ പറയണം, ഈ കൊച്ചനുണ്ട്, ഈ 2 കൊട്ട ചാണാനുണ്ട്. അത്രേ മതി. രണ്ടാമത് എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. രണ്ടാമത് എൻ്റെ പേര് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടപ്പാ. നാളെ പറയുമ്പോൾ ആദ്യം എൻ്റെ കാര്യം പറയണം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് നിസ്സാര ആഗ്രഹങ്ങളേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാ. അതൊക്കെ അങ്ങോട്ട് സാധിച്ചു കൊടുത്താണ്ടല്ലോ, നമ്മളൊക്കെ കർത്താവിൻ്റെ കരുണയുടെ മനുഷ്യരാവും. നമ്മുടെ ജീവിതം പിന്നെ വളരെ മനോഹരമാവും. എന്തൊരു വലിയ ദൈവസാക്ഷിയാണ് നമ്മൾ കൊടുക്കുക.